ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ജെനിയുടെയും പിന്നെ മില്ലിൽ പഠിപ്പിക്കാൻ പോയ ആ ഒരു ചെക്കൻ്റെയും കഥ തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് 4ാം ഭാഗത്തിൻ്റെയാണ്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോകാം. ഓക്കെ. സമയം അപ്പോൾ രാത്രി 11 മണി 12-ന് അടുത്തിട്ടുണ്ടായിരിക്കും. ജെനി ചേച്ചിയുടെ ആ ഒരു ശ്വാസം, അതിൻ്റെ ശബ്ദം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. കാര്യം ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ശ്വാസത്തിൻ്റെ മൂഡ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഉള്ളിലാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു പ്ലേസായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ഒരു സൂചി വീണ പോലെ എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു നിമിഷമാണ് പെട്ടെന്ന് ജെനി ചേച്ചി എന്നെ ഒന്ന് വിളിച്ചു. ഡാ കുട്ടു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പേടി പോലെ. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി ഈ ഒരു സമയത്ത് പേടി? എന്നെപ്പോലെ ചേച്ചിക്ക് പേടിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ചേച്ചി പറഞ്ഞു, അതൊന്നുമല്ല, പുറത്ത് കോഴിക്കോട് അടച്ചോന്ന് എനിക്കൊരു ഡൗട്ട്. പല കുറുക്കന്മാരും കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ചോണ്ട് പോവില്ലേ? എനിക്കൊരു പേടി പോരടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രാത്രിയിലാണോ ഇതൊക്കെ പറയുന്നത്? എടാ, മഴയല്ലായിരുന്നോ? ഞാനത് മറന്നുപോയി എന്നെനിക്ക് തോന്നുന്നു. എപ്പോഴോ ഞാൻ അടയ്ക്കാൻ മറന്നു എന്ന് പോലെ. നിനക്കൊന്ന് പോയി നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു ചേച്ചി, രാത്രി ആയി കഴിഞ്ഞാൽ ഞാനങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ ഒരു പേടിയാണ്. പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ എന്ന് ചേച്ചി ഒന്ന് മനസ്സിൽ പറഞ്ഞ പോലെ പിറുപിറുത്തോണ്ട് പറഞ്ഞു. എന്നെങ്കിൽ നീ വാ, നമുക്ക് പുറത്തുനിന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് അറിയാലോ. പിന്നെ മഴ പെയ്ത് കിടക്കുക. നീ ഏതായാലും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ മതി. തെന്നിയൊന്നും വീഴാൻ നിൽക്കണ്ട, പിന്നെ അതിന് പണിയാവും എന്ന് പറഞ്ഞ് ജനിച്ചിച്ച് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ആ നിമിഷം തന്നെ ഞാനും പതുക്കെ എഴുന്നേറ്റു. ഞങ്ങൾ രണ്ടുപേരും ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ആ വഴിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാം ഏകദേശം മഴവെള്ളം കയറി കിടക്കുകയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. മുറ്റമാകെ വൃത്തികേടായിട്ട് കിടക്കുന്നു. പിന്നെ എനിക്ക് കാല് തൊടാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് പുറത്തവസ്ഥ. ഞാൻ പതുക്കെ ചെരുപ്പിട്ടുകൊണ്ട് ജനിച്ചിച്ചിയുടെ പുറത്തേക്ക് ഇറങ്ങി. കോഴിക്കോട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പതുക്കെ ജനിച്ചിച്ചിയുടെ കൂടെ പതുക്കെ നടന്ന് അവിടേക്ക് നിന്നു. ജനിച്ചേച്ചി, എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ എന്ന് ഞാൻ ജനിച്ചേച്ചിയെടുത്ത് പറയുമ്പോൾ, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, അങ്ങനെ പേടിക്കത്തില്ല എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി എന്നെ ഒന്ന് ചേർത്ത് നിർത്തി. ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ ജനിച്ചേച്ചിയോട് ചേർന്ന് ഞാൻ ആ ഒരു കോഴിക്കോട്ടിൻ്റെ അടുത്തേക്ക് നടന്നു. പതുക്കെ ജനിച്ചേച്ചി 1-2 കോഴികളെ പുറത്തുനിന്ന് പിടിച്ചിട്ട് അകത്തേക്കിട്ടു. ശേഷം ആ ഒരു കോഴിക്കോട് അടച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ജനിച്ചേച്ചിക്ക് വീണ്ടും ഡൗട്ട്. എടാ, എനിക്കൊരു സംശയം, ഒരെണ്ണം മിസ്സിങ് ആണെന്ന് തോന്നുന്നു. നീ ടോർച്ച് എല്ലായിടത്തോട്ടൊന്നും അടിച്ചേ എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി എന്നെ കാണിക്കുമ്പോൾ ഞാൻ എല്ലാ ദിശയിലും ആ ഒരു ടോർച്ച് അടിച്ച് നോക്കി. അവിടെയൊന്നും ആരെയും കാണുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ചെടിയുടെ ഇടയ്ക്കായിട്ട് ഒരു കോഴി മാറിയിരിക്കുന്നു. ദേ നോക്കിയേ, ദേ അവിടെ ഒരെണ്ണം പതുങ്ങിയിരിക്കുന്നു. ദേ, ഞാൻ പോയി പിടിച്ചിട്ട് വരാം, നീ ഇത് പിടിച്ചവിടെ നിൽക്കി എന്ന് പറഞ്ഞ് ചേച്ചി അവിടേക്ക് നടന്നു. ജനിച്ചേച്ചി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ജനിച്ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നു. ആ ടോർച്ച് ജനിച്ചേച്ചിയിലേക്ക് ഞാൻ അടിച്ചു. അവിടെ പതുങ്ങിയിരിക്കുന്ന കോഴിയെ കൃത്യമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോർച്ച് നേരെ അടിച്ചത്. ആ നിമിഷം ഇറക്കമില്ലാത്ത ഡ്രസ്സ് ഇട്ട് പോകുന്ന ജനിച്ചേച്ചിയെ ഞാനിങ്ങനെ നോക്കി നിന്നു. ആ ചെരുപ്പിൽ നിന്നുള്ള ആ ഒരു ചെളിയെല്ലാം കാലിൽ സ്പർശിക്കുന്നുണ്ട്. ചെറിയ ചെളികളെല്ലാം കാലിങ്ങനെ അടിച്ചു കയറുന്നു. അത് കൂടാതെ തന്നെയാണെന്നുണ്ടെങ്കിലും പിന്നെ ഇട്ടുകൊണ്ട് പോകാൻ കംഫർട്ടുമാണ്. പിന്നെ വന്ന കാലം മുതലേ ജനിച്ചേച്ചി അത്യാവശ്യം നാടൻ ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ നാട്ടിൻപുറത്ത് പ്രത്യേകതയായിരുന്നു. പെണ്ണുങ്ങളെല്ലാം നാടൻ ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴായിരുന്നു കുറച്ചുകൂടെ മോഡേണായിട്ട് ജനിച്ചേച്ചി വന്നത്. പക്ഷേ നാടൻ ഡ്രസ്സുമായിട്ട് പൊരുത്തപ്പെട്ട് ജനിച്ചേച്ചിക്കും അങ്ങനെ കഴിയേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇന്ന് ജനിച്ചേച്ചി ബോൾഡാണ്. ഇന്ന് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കാം. അത് ചേച്ചിയുടെ അവകാശമാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടനോ മറ്റാർക്കോ അതിന് തടക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ശരിക്കും ആ ഒരു ഡ്രസ്സിൽ ജനിച്ചേച്ചിയെ കാണുന്ന സമയത്ത് ബോളിവുഡ് ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോഴിയെ പിടിക്കാൻ പോകുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
അതേപോലെയാണ് ചേച്ചിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലുക്കാണ്. അത് വെച്ചിട്ട് ഇവിടുത്തെ പണികളും തോട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അവസാനത്തെ കോഴിയും ചേച്ചി പിടിക്കുന്ന സമയത്ത്, എടാ ഇനി വന്നേ, ഇതൊന്ന് പിടിച്ചേ നീ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ചെന്നു. ആ സമയത്ത് ചേച്ചി കോഴി എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് തരുന്നു. അയ്യോ ചേച്ചി, എനിക്ക് പേടിയാണത്, ഒന്ന് പിടിച്ചെൻ്റെ ചിക്ക എന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്നെ നിർബന്ധിച്ച് കോഴി എൻ്റെ കയ്യിലേക്ക് തന്നു. ആ നിമിഷം 2 കൈയും വെച്ച് ഞാൻ കോഴിയെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഇതുവരെയും ഇതൊന്നും പിടിക്കാത്തതുപോലെ ഞാൻ. എന്താടാ, നിനക്ക് പേടിയുണ്ടോ എന്ന് ചേച്ചി എൻ്റെ ചോദിക്കുമ്പം, എൻ്റെ പൊന്നു ചേച്ചി ഇതൊന്ന് മാറ്റി പിടിക്കേ, എനിക്ക് നല്ല പേടിയുള്ള കാര്യമാണ് കേട്ടോ, എനിക്കിത് പെട്ടെന്ന് അങ്ങനെ പേടിയാണ് എന്ന് പറയുമ്പോൾ ചേച്ചീനെ പറഞ്ഞു, അങ്ങനെ കുറച്ചു നേരം പിടിച്ചുകൊണ്ട് നിൽക്കേ, നിന്റെ പേടിയൊന്നും മാറട്ടെ. ചില കാര്യങ്ങളെ പിടിച്ചു കഴിഞ്ഞ് നമ്മളത് പരിശീലിച്ച് നോക്കിക്കഴിഞ്ഞാലേ അതിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ മാറത്തുള്ളൂ. അല്ലെങ്കിൽ ആജീവനാന്തം ഇങ്ങനെ പേടിയായിരിക്കും നീ. അങ്ങനെ പറയുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. എൻ്റെ ചേച്ചി ഒന്ന് പിടിക്കുക ചേച്ചി ഇത് എന്ന് പറയുമ്പോൾ ചേച്ചി അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. നീ കുറച്ചു നേരം പിടിക്കുക, എന്താണ് അതിൻ്റെ അനുഭവം കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കട്ടെ, അതിനുശേഷം നീ എല്ലാം ഒന്ന് പഠിച്ചിരിക്കട്ടെ, അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചി പിന്നെയും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് പിടിക്കുക എനിക്ക് വയ്യ എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചി നേരെ ആ ടോർച്ചും പിടിച്ചുകൊണ്ട് നേരെ കൂട്ടിലേക്ക് പോയി. കൂട്ടിലാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടിൽ എടുത്തതിന് ശേഷം വാ കൊണ്ടുവാ ഇതിനകത്തോട്ടിട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചി അങ്ങനെ മാത്രം പറഞ്ഞു. ഞാൻ ആ കോഴിയും പിടിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞിടത്തേക്ക് കോഴിക്കൂട്ടിനടുത്തേക്ക് ചെന്നു. ശേഷം അത് ഞാൻ അകത്തേക്ക് പെട്ടെന്ന് പിടിച്ചിടുന്ന സമയത്ത് തന്നെ ചേച്ചി അത് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ നോക്കി, നീ ഇത്ര പേടിത്തൊണ്ടായിപ്പോലടാ എന്ന് പറഞ്ഞതിന് ശേഷം എന്നെ ഒന്ന് തോളിൽ തട്ടി ചേച്ചി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോർച്ച് വെളിച്ചത്തിലാണെങ്കിൽ ശരിയനെ ചേച്ചി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണിൽ നോക്കി മാത്രം കുറച്ച് സമയം നിന്നു. നീ കുറച്ചുകൂടെ ഇതൊക്കെ ആവണം കേട്ടോ, അങ്ങനെ ഇത്രയും പേടിയായ പോലെ, നീ ഒരു ആൺകുട്ടിയല്ലേ, നീ ഇങ്ങനെ പേടിച്ചിരുന്ന പാടില്ല കേട്ടോ. ഞങ്ങളൊക്കെ നിന്നെ കണ്ടിട്ടാണ് ഇത്രയും എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ പെടുന്നത്. അപ്പോൾ നിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വരണം. നിങ്ങൾക്ക് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളാണെങ്കിൽ കിട്ടുന്ന ആ ഒരു കരുതലല്ലേ, അതാണ് കിട്ടേണ്ടത്. അത് നീ മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രം ചേച്ചി പറഞ്ഞു. ശേഷം എല്ലാം കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കാലി മൊത്തം ചെളിയായിരുന്നു. പെട്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചത്, ജനിച്ചിയുടെ കാലിലും എൻ്റെ കാലിലും ചെളിയുണ്ട്. ജനിച്ച കാലിലാണെന്നുണ്ടെങ്കിൽ ആ ചെരുപ്പിൽ നിന്ന് അടിച്ച് കയറി ചെളിയും എല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി നിൽക്കി കാല് കഴുകിയിട്ട് കയറാം. അപ്പോൾ ചേച്ചി പറഞ്ഞു, അകത്തേക്ക് കയറിയിട്ട് പോരടാ. ഞാൻ പറഞ്ഞു, ദേ ഇവിടെ പൈപ്പുണ്ട്, നമുക്ക് അകത്തേക്ക് കയറിയിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെളിയെല്ലാം അകത്തുമാവില്ലേ, ഇതാകുമ്പം എല്ലാം ഒറ്റ പരിപാടിയിലും കഴിയുകയും ചെയ്യും. അപ്പം ചേച്ചിയെടുത്ത് ഞാൻ പറയുമ്പോൾ ചേച്ചിക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നാ കഴുകിയിട്ട് പോവാം എന്ന് പറഞ്ഞ് ചേച്ചി പൈപ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പൈപ്പ് തുറന്നിട്ട് കൈ കഴുകുന്നുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ചേച്ചിയുടെ തന്നെ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യേ, കാലിങ്ങോട്ട് വെച്ചോ, ഞാനത് കഴുകിക്കോളാം, കഴുകിത്തരാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ ചേച്ചി ഒന്ന് അതിശയിച്ചെന്നെ നോക്കി. ആർ ഷുഗർ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ആ സമയത്ത് അതിനെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചേച്ചി കാല് വെച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചിയുടെ ആ ഒരു കാലുകൾ ഞാൻ കഴുകി കൊടുത്തു. ഓരോ കാലുകളാണെന്നുള്ള ശരിനെ തൊട്ടടുത്തിരുന്ന ആ ഒരു സോപ്പ് എടുത്ത് പെട്ടെന്ന് ആ സോപ്പ് കാലിലിട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ഒരു കഴുകി കൊടുത്തതും എല്ലാം. ചേച്ചിക്ക് കാല് ഞാൻ അങ്ങനെ കഴുകി കൊടുക്കുന്ന സമയത്തും ചേച്ചി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു അത്ഭുതത്തോടെ, ഒരു പുഞ്ചിരിയോടെ, എന്തോ ഒരു ആകാംക്ഷയോടെ എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചു, എന്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ നോക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചി കാണുന്നുണ്ടെങ്കിലും ആ ഒരു നിമിഷം എന്തോ ഒരു അത്ഭുതം പോലെയാണ്. ഒരു ആൺകുട്ടി അവരുടെ കാലുകൾ കഴുകി കൊടുക്കുക എന്ന് പറയുന്നത് അത് അതിശയം തന്നെയാണല്ലോ. പെട്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, എടാ നിന്നെപ്പോലുള്ള ആൺകുട്ടികളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, നീ ഒരു റയർ പീസ് തന്നെ എന്ന് തന്നെ ചേച്ചി പറഞ്ഞു. ആ സമയത്ത് ഞാനത് കേട്ടു. ഇങ്ങനെയുള്ള റയർ പീസായിട്ടുള്ള പേടിത്തൊണ്ടന്മാരും ഉണ്ടെന്ന് ചേച്ചി വിചാരിച്ചു എന്ന് തന്നെ ഞാൻ തമാശയോടെ ആ നാണയത്തിൽ തന്നെ പറഞ്ഞു. ആ നിമിഷം കാല് കഴുകിക്കഴിഞ്ഞ് ചേച്ചി എൻ്റെ അടുത്തും പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ കരഞ്ഞോട്ട് വെച്ചേ, ഞാൻ കഴിത്തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, ഞാൻ ചെയ്തോളാം, അത് പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചി നിർബന്ധിച്ച് കാലെൻ്റെ പിടിച്ചു. പെട്ടെന്ന് ഞാൻ തെറ്റി മറിഞ്ഞു വീണു. അയ്യോ വീഴലടാ എന്ന് പറഞ്ഞ് ചേച്ചി
എൻ്റെ അടുത്തേക്ക് വന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അപ്പോഴേക്കും വീണിരുന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നെ പൊക്കി എഴുന്നേൽപ്പിച്ചു. ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നടു അടിച്ചിട്ടാണ് വീണത് തന്നെ. ചേച്ചി എന്ത് പിടിയാ പിടിച്ചത് എന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് വീഴുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എടാ അറിയാതെ പറ്റിപ്പോയടാ കുട്ടാ, നീ കാല് കഴുകിത്തരാം എന്ന് പറഞ്ഞ് ചേച്ചി ആ ഒരു പൈപ്പ് തുറന്നു. എൻ്റെ പൊന്നു ചേച്ചി എനിക്ക് വയ്യാട്ടോ എന്ന് ഞാൻ പറയുമ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നുകുട്ട ഞാൻ അറിയാതെ ചെയ്തു പോയല്ലടാ, ക്ഷമിക്കുന്നു എന്തായാലും. എന്തായാലും വാ, കാലൊക്കെ കഴിയല്ലേ, നമുക്കിനി കിടന്നുറങ്ങാൻ നോക്കാം, സമയം ഒരുപാടായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നടക്കാൻ നല്ല വേദനയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കായിരുന്നു. എടാ തൈലം ഉണ്ട് ഇവിടെ, ഇട്ട് തിരുമിയാലോ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി വേണ്ട, കുഴപ്പമില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വാ, ഏതായാലും നിന്റെ ഉണ്ണിച്ചേട്ടൻ്റെ ആ ഒരു ധന്യന്തരം കുഴമ്പൊക്കെ ഇരിപ്പുണ്ട്, അതിട്ട് ഞാനൊന്ന് തടവി തരാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെയും നല്ല വേദനയായിരിക്കും എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ രാത്രിയായിരുന്നു. ആ ഒരു രാത്രിയിലാണെന്നുണ്ടെങ്കിലും ചേച്ചി ധന്യന്തരം കുഴമ്പെടുത്തുകൊണ്ട് വന്നു. ശേഷം ഓരോ തുള്ളികളായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിരുമ്മി തന്നു. ആ നിമിഷം നല്ല വേദന ഉണ്ടായിരുന്നു, വീണടിച്ചതിൻ്റെ വേദന. ശോ, എന്ത് വേദനയാണത്! എന്നാലും ജനിച്ചേച്ചി എന്തോ ആ ഒരു പരമ്പരാഗത രീതിയിൽ ഒരു തടവുന്ന സമയത്ത് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ ചേച്ചി വേദന എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്ത്, നീ അടങ്ങിക്കിടക്കൻ്റെ കുട്ടാ, അത് ആദ്യമൊക്കെ ഇച്ചിരി ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പിന്നെ തടവി അത് മാറ്റിയെടുക്കണ്ടേ, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും വേദനയാവില്ല എൻ്റെ കുട്ട എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി ഒരു ജസ്റ്റ് രീതിയിൽ ഒന്ന് തടവി തന്നു. ശേഷം ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒന്ന് ചൂട് പിടിക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നാളെ പിന്നെയും വേദനയായിരിക്കില്ല അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി കുഴപ്പമില്ല, ഞാൻ ചേച്ചി ചൂട് പിടിച്ചു തരാം, ആദ്യം അത് ഇച്ചിരി വിടുമ്പം പിന്നെ അങ്ങ് മാറിക്കോളും എന്ന് ചേച്ചീനെ പറഞ്ഞു. ശേഷം ചേച്ചി അടുക്കളയിലേക്ക് പോയി ആ ഒരു ചൂട് പിടിക്കാനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ചെറിയൊരു തോർത്തിലുമൊക്കെയാണ് അവിടെ ചൂട് പിടിച്ചെന്നത്. ആ സമയത്ത് നല്ല വേദനയുണ്ടായിരുന്നു. ആദ്യം ഞാൻ ആ നിമിഷം തന്നെ കമഴ്ന്ന് കിടക്കുന്ന ഞാൻ വെറുതെ പൊക്കി എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം ആദ്യമൊക്കെ ചേച്ചി ചിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാട്ടിക്കൂട്ടൽ കണക്കുണ്ടതിന് ശേഷം. എടാ അടങ്ങി കിടങ്ങിച്ചേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവുകയെ എന്ന് പറഞ്ഞ് ചേച്ചി വീണ്ടും ചൂട് പിടിച്ചിരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അയ്യോ ചേച്ചി നല്ല വേദനയുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചി ആ ഒരു കാര്യങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ചു, ചൂട് പിടിക്കാനുള്ള പാത്രവും ധന്യന്തര കുഴമ്പും എല്ലാം തന്നെ. ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചി ചോദിച്ചു, എങ്ങനെയുണ്ടാക്കൂട്ടാ, ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം എല്ലാം ഓക്കെയാണ് ചേച്ചി, പിന്നെ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ തലോടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജനിച്ചേച്ചിയുടെ ആ തലോടൽ കിട്ടുന്ന സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചു, എന്ത് കെയറിങ് ആണല്ലേ ജനിച്ചേച്ചി എന്ന് ഞാൻ വിചാരിച്ചതിന് ശേഷം ചേച്ചി അടുത്ത് പറഞ്ഞു, ശരിക്കും ഉണ്ണിച്ചേട്ടൻ ഒരുപാട് ഭാഗ്യവാനാണ് കേട്ടോ, കാരണം ചേച്ചി പോലൊരു ഭാര്യയെ കിട്ടിയല്ലോ. കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ചേച്ചി എന്തിനും കൂടെ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി ഒന്ന് മുഖം ചൊളിച്ചു. എന്നിട്ട് ചേച്ചി പെട്ടെന്ന് തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, അതൊന്നുമല്ല ജീവിതം. ഇപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് ഒരാൾക്ക് ചെയ്തു കൊടുത്താലും ആ ആളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് എൻ്റെ കുട്ട എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ കാര്യം. ഉണ്ണിച്ചേട്ടൻ ഒരു വകയും അതും ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു ജനിച്ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെയാണ് ജനിച്ചേച്ചിക്ക് ഇത്രയും ദേഷ്യവും കാര്യങ്ങളൊക്കെ. എന്തൊക്കെയായാലും അവരുടെ ദാമ്പത്യ പ്രശ്നമല്ലേ, ഞാനിങ്ങനെ വീണ്ടും കുത്തിച്ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു. ഇനി എന്താ, കിടന്നുറങ്ങണ്ടേ ജനിച്ചേച്ചി എന്ന് പറയുമ്പോൾ ജനിച്ചേച്ചി പെട്ടെന്ന് ക്ലോക്കിലേക്ക് പോയി നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സമയം അപ്പോഴത്തേക്കും നന്നായിട്ട് കൂടിയിരുന്നു. എടാ, ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നെങ്കിൽ എഴുന്നേക്കത്ത് പോലും ഇല്ലായിരുന്നു. നീയായിട്ട് അവിടെ എല്ലാം കസരത്ത് കാണിച്ചതായതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 12 മണി കഴിഞ്ഞിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഞാൻ തന്നെയാണോ ഈ പുറത്തിറങ്ങിയിട്ട് വന്നത്? രാത്രിയിൽ ഞാനങ്ങനെ പുറത്തിറങ്ങുന്നതല്ലായിരുന്നു. ജനിച്ചേച്ചിയുടെ കൂടെ പോയപ്പോൾ നല്ലൊരു ധൈര്യമുണ്ട് എന്ന് ഞാനിങ്ങനെ ഉറക്കെ തന്നെ പറഞ്ഞു. ചേച്ചിയുടെ കൂടെ നടക്കുമ്പോൾ നല്ല ധൈര്യമാണ് കേട്ടോ എന്ന് ഞാൻ പറയുമ്പോൾ ചേച്ചി ചിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് എന്ന് ജനിച്ചേച്ചിയും പറഞ്ഞു. എടാ ചെറുക്ക, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് കേട്ടോ
എന്നിങ്ങനെ ചേച്ചി പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഏത് സമയമാണ് കേട്ടോ, ഈ പാതിരാത്രിയാണോ ഇങ്ങനെ സമയം എന്ന് ചേച്ചി പറയുന്നത്? ചുമ്മാ ഇങ്ങനെ വളവളാന്ന് പറയല്ലേ എൻ്റെ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, കിടന്നുറങ്ങാൻ നോക്കട്ടെ ചക്ക, ഒരുപാട് സമയമെടുത്തു. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ. എന്തോ എനിക്ക് ഈ ഒരു സമയത്ത് ഉറക്കം കിട്ടുന്നേ ഇല്ല. ചേച്ചിക്ക് കിട്ടുന്നുണ്ടോ? ഞാൻ ചേച്ചിയുടെ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് മൗനമായിരുന്നു. ആളും ഒന്ന് മൗനമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം തന്നെ വീണ്ടും ഞാൻ കുത്തി ചോദിച്ചു, ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് പറയുമ്പം ഇല്ലടാ, എന്തോ ഒന്നുപോലെ ഉറക്കം പെട്ടെന്ന് കിട്ടാത്തതുപോലെ, എന്താണെന്ന് അറിയത്തില്ല. ഇനി നീ ഇവിടെ കിടക്കുന്നോണ്ടാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞേ, എടാ കുട്ട, നീ ഇന്നിവിടെ കിടക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല എന്നൊക്കെയല്ലേ ചേച്ചി പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ മാറ്റി പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ഞാൻ പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, എടാ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ, നമുക്ക് രണ്ടുപേർക്കും കണ്ണടച്ചിങ്ങനെ കിടക്കാം. കണ്ണടച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ കിടന്ന് ഉറങ്ങിക്കോളുമല്ലോ, പിന്നെ യാതൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, കണ്ണടച്ച് കിടന്ന പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ കാണില്ലേ ചേച്ചി, സ്വപ്നങ്ങൾ കണ്ടാൽ പിന്നെ എഴുന്നേക്കത്തില്ലേ, നീ ഭയങ്കര ഭംഗിയാണല്ലോ എന്ന് ചേച്ചി പറഞ്ഞു. നീ ഇങ്ങനെ കുസൃതികളൊന്നും കാണിക്കാതെ കിടന്നുറങ്ങാൻ നോക്കന്നെ കുട്ടാ, ഇങ്ങനെ കിടന്നാൽ പറയോ? എടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി? നീ ആൾ സൂപ്പറാണ് കേട്ടോ, ചെറുതൊന്നുമല്ല ചിക്കൻ്റെ കയ്യിലിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചു, ചേച്ചി എന്തോ ഉദ്ദേശിച്ചത്, ചേച്ചി എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അല്ലാതെ ചേച്ചി ഇങ്ങനെ പറയത്തില്ല. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ, ഞാൻ സൂപ്പറാണെന്ന്? അല്ല, എനിക്ക് തോന്നി നീ ഭയങ്കര സൂപ്പറാണെന്ന്. എനിക്ക് എപ്പോഴോ നിൻ്റെ ആ ഒരു പെരുമാറ്റ രീതികളും കാര്യങ്ങളും, ഇച്ചിരി പേടിത്തൊണ്ടനാണെങ്കിലും ആള് നല്ലതാണ്, വന്നു കയറുന്ന പെണ്ണിനാണെന്നെങ്കിലും അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. നീ ഏതായാലും നിൻ്റെ ഉണ്ണിച്ചേട്ടൻ്റെ കണക്കൊന്നുമല്ല, അല്ലാതെ കുറച്ച് അടിപൊളിയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി, ചേച്ചിയുടെ തോന്നലാണ്, ഞാൻ അത്ര അടിപൊളിയൊന്നുമല്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ചേച്ചി അടിപൊളിയാണെന്നാണ്. കാരണം ചേച്ചിയുടെ പെരുമാറ്റ രീതികളും ആ ഒരു സ്മാർട്ടും ഒക്കെ ഈ നാട്ടിൽ വേറെ ആർക്കുള്ളേ. പിന്നെ ഇപ്പം അത്യാവശ്യം മോഡേണാണ് ചേച്ചി. പെട്ടെന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവരും ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കട്ടിലിൽ കിടന്ന് ചേച്ചി ഒന്ന് ചാടി എഴുന്നേറ്റു. അതാ നീ പറയുന്നത് സത്യമാണോ? നീ എന്താ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞേ? എനിക്ക് അത്രയും ഗ്ലാമറൊക്കെ ഉണ്ടോ? പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് ആരാ ഇത്രയും എന്നെ ശ്രദ്ധിക്കുന്നത്? എനിക്കറിയത്തില്ലല്ലോ. നീ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള കാര്യം പറയേണ്ട കുട്ടാ എന്ന് പറയുമ്പോൾ ചേച്ചി അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ചേച്ചി ഒരുപാട് പേരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും പോകുമ്പോൾ ഞാനടക്കമുള്ളവരും എല്ലാവരും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ചേച്ചി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്കിറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എപ്പോഴെങ്കിലും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്രയും പോലെ, അവർ ശ്രദ്ധിക്കുന്നത് പോലെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് തന്നെ എനിക്ക് ഒരാഗ്രഹമായിരുന്നു വന്ന് മിണ്ടാനൊക്കെ. ചേച്ചി അന്ന് ഭയങ്കര ചാടയായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് മിണ്ടാനൊന്നും പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ആയപ്പോഴാണ് ഞാൻ കണ്ട് മിണ്ടുന്നത്. അത്രേ ഉള്ളൂ ചേച്ചി. ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും. എന്താ ചേച്ചി അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഏതായാലും ആയിക്കോട്ടെ. നീ എന്തായാലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. നീയെങ്കിലും ഉണ്ടല്ലോ. പിന്നെ ബാക്കി ആരൊക്കെ ശ്രദ്ധിക്കുന്നത് നാട്ടിൽ? അതൊക്കെ അറിയാൻ ചേച്ചിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും പറയും ചേച്ചി പോകുന്ന സമയത്ത് ചേച്ചി കാണുന്നത് സുന്ദരിയാണെന്ന്. അപ്പം ഏത് ഫ്രണ്ട്സാണ് പറഞ്ഞത്, എൻ്റെ ഗേൾ ഫ്രണ്ട്സോ അതോ ബോയ് ഫ്രണ്ട്സോ? എല്ലാം അറിയാൻ ചേച്ചിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി. ചേച്ചി എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുക, ഇങ്ങനെ വന്ന് മുട്ടയിലിരിക്കേണ്ട ആവശ്യമുണ്ടോ, വേദന എടുക്കില്ലേ കാല് എന്ന് പറഞ്ഞ് ചേച്ചി ഞാൻ അവിടെ പിടിച്ചിരുത്തി. അതിനുശേഷം ഞാൻ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എല്ലാവർക്കും ചേച്ചി ഇഷ്ടമാണ്. ചേച്ചി ആ ഒരു ബ്ലാക്ക് കളറിലെ ആ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല സുന്ദരിയാണ്, പിന്നെ ഒരു അട്രാക്റ്റീവാണ്, പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞു മോഡലാണ് എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട് ചേച്ചി. അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നീ എന്നെ ബോധമൊന്നുമല്ലല്ലോ, ശരിയായിട്ടുള്ള കാര്യമല്ലേ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ചേച്ചിയെടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചീൻ്റെ പൊന്നു ചേച്ചിയല്ലേ, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യം ചേച്ചിയോടില്ലല്ലോ. ചേച്ചി പറയുന്ന കാര്യങ്ങളിൽ
ഞാൻ പറയുന്ന എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചേച്ചി അതിനകത്തൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു. ചേച്ചിക്ക് ആ രാത്രിയിൽ ഒരുപാട് സന്തോഷമായി. ഞാനത് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു ചേച്ചിക്ക് അപ്പോഴും. ആ നിമിഷം ചേച്ചിയും ഞാനും അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം പിന്നെയും കാണാം. ഓക്കെ, ബൈ ബൈ.